ഞാൻ മുഖ്യമന്ത്രി ആവും. നീ ഇല്ല ബസ് സ്റ്റാൻഡിൽ പോയി കുനിഞ്ഞു നിൽക്കുക, അപ്പൊ നിനക്കാവും. നീ ഏത് രാജ്യത്തെ മുഖ്യമന്ത്രി ആളിയാ? 2036 കാരണം വെച്ചാൽ ഇപ്പൊ ഒരു 8 വയസ്സുള്ളവരൊക്കെ 18 വയസ്സാവും. ഇപ്പോഴത്തെ 50 വയസ്സുകാർ പകുതി പേര് മരിച്ചു പോകും. നീ ഇങ്ങനെ കാണും, നീ മരിക്കത്തില്ല. നീ ശില ദൈവമാ, നീ ഇങ്ങനെ ഇരിക്കും. പിന്നെ ഇവിടുത്തെ മൊത്തം കളവന്മാരായിട്ട് ലീഡേഴ്സ് മരിച്ചു പോകും. ഞാൻ മരിച്ചിട്ടില്ലെങ്കിൽ അന്ന് ഞാനൊരു സീനിയറായിട്ട് നിൽക്കുന്ന ഇവരുടെ ഇടയിൽ നീ ഒന്ന് ആലോചിച്ച് നോക്കുക. എൻ്റെ കൂടെ ഒരു 140 മണ്ഡലങ്ങളിലും 140 പേര് ഇതേപോലത്തെ ഡയലോഗൊക്കെ അടിച്ചിട്ട് ഇതിനൊക്കെ പവർഫുള്ളായിട്ട് വന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവന്മാരെയൊക്കെ തൂത്തുവാരി ഇളക്കി പുറത്തിറക്കി വിടാൻ പറ്റും. അടിച്ചോടിക്കുന്ന പോലെ ഓടിക്കാൻ പറ്റും. 10 പേര് നിന്റെ മുറി വന്നപ്പോ നീ അവിടെ നിന്ന് ഇറങ്ങി ഓടിയവനാ. അപ്പോഴാണ് ഈ ലോകത്തുള്ള ആൾക്കാരെ നീ അടിച്ചോടിക്കാൻ പോകുന്നത്. ചുമ്മാ എറാളിയാ. ഒരു കുരിയുടെ കാര്യം പറഞ്ഞിട്ട് ഒന്നും പറയടാ അവരോട്. വിളിച്ചോണ്ട് വരാം. തമാശ പറഞ്ഞാടാ. തയ്യ പുതിയ എന്ത് തോന്നല് പറയട്ടാ. ആരെ പറ്റിക്കണ അപ്പൊ ഇവിടെ ആൾക്കാരുണ്ടോ? പിണങ്ങിയതൊന്നുമല്ലോ. മഴ വരുവാ. ഞാൻ എസ്റ്റേറ്റ് വരെ പോയിട്ട് വരാം. അതങ്ങ് പറഞ്ഞിട്ട് പോയാ പോലെ. ഇനിയിപ്പൊ ഞാനിന്ന് വന്നില്ലേ കിടന്ന് ബഹളം ഉണ്ടാക്കരുത്. നാട്ടുകാർ നിനക്ക് ഭ്രാന്താന്ന് പറയും. ഇല്ല, ഞാൻ അങ്ങനെ കുഴപ്പമൊന്നും ഉണ്ടാക്കാറില്ല. ആ സേതു ചെറുക്കന്റെ മനസ്സാവാന്നിട്ട് ജോലിക്ക് പോകണം കേട്ടോ. പറ്റിയ വൈകുന്നേരം പറഞ്ഞേ. ദിലീഷ് പോത്തിന്റെ കണ്ണിൽ എന്തുണ്ട് ചെയ്തേക്കുന്നതാണോ അതോ കണ്ണും അഭിനയിക്കുന്നതാണോ? ഗംഭീരം. എന്നെ പരിചയപ്പെടുത്താൻ ഞാൻ മറന്നുപോയി. നമസ്കാരം കേരള ജനക്കൂട്ടം വിക്കിടെക്കിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതെ, മൈക്കൊക്കെ കേൾക്കാവോ മോനെ? കേൾക്കാന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം മറ്റു വീഡിയോയിലേക്ക് പോവാം. നേരത്തെ പറഞ്ഞല്ല, കുറച്ച് മുൻകോപമുണ്ട്, കുറച്ച് ദേഷ്യമുണ്ട്. പിന്നെ അല്ല, അങ്ങനെയൊന്നുമില്ല. കോളേജിലൊക്കെ നമ്മളെ ഭയങ്കര എല്ലാവരോടും അല്ല, അങ്ങനെ ഞാൻ അങ്ങനെ വലിയ അടിയൊന്നും ഉണ്ടാക്കിയേക്കണ ആളൊന്നുമല്ല. നല്ല കോളേജ് ക്യാമ്പസിൽ ഞാൻ ഒരു എല്ലാ വർഷവും ഇലക്ഷനിൽ നിന്ന് ജയിച്ചിട്ടുള്ള ആളാണ്. പിന്നെ യൂണിവേഴ്സിറ്റി ഉത്തരവാദിത്വമുണ്ട്. അങ്ങനെ ഉഴപ്പാനും പറ്റിയിട്ടില്ല, ചാൻസ് കിട്ടിയില്ല. മര്യാദയ്ക്കൊന്ന് പ്രേമിക്കാൻ പോലും അത് എനിക്ക് ചോദിക്കണമെന്നുണ്ടായിരുന്നു. ഇനി പറ്റത്തില്ലല്ലോ. ചേച്ചി ഉണ്ടല്ലോ, ചേച്ചിനെ പ്രേമിച്ചില്ലേ? പിന്നെ കല്യാണം കഴിച്ചാൽ പ്രേമിക്കാതിരിക്കാൻ പറ്റുമോ? എനിക്കറിയില്ല. അത് മനസ്സിലായി എനിക്ക്. ഒരു ക്വാളിറ്റി ഉള്ള ഇന്റർവ്യൂ ചെയ്യുന്ന ഒരാളായിട്ട് ഇപ്പൊ രഞ്ജിനി നിൽക്കുന്നു കേട്ടോ. ബാക്കിയുള്ള എല്ലാം പോയി തീർന്നു. വി.ഡി. സതീശനല്ലേ പറഞ്ഞത് മെയ് 15 മുതലായിട്ട് ഫ്രീ സൗജന്യ യാത്ര ചെയ്യാമെന്ന്? വി.ഡി. സതീശൻ പറഞ്ഞായിരുന്നു എന്ന് പറഞ്ഞ് മന്ത്രിസഭ പോലും കൂടാതിരിക്കുന്ന സമയത്ത് എങ്ങനെ ചേച്ചി പോയി ഇതൊക്കെ ചെയ്യാൻ? സതീശൻ പറഞ്ഞത് കൊണ്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്. ഇത് യാതൊരു ഭാഷ മലയാളി അല്ലേ? അപ്പം ഇവിടെ ബസ് ഇവിടെ പോകുന്നില്ല, ടിക്കറ്റ് കൊടുക്കുന്നില്ല പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു ബസ് പോകണ്ട, നമ്മൾ ഇവിടെ തന്നെ നമുക്ക് നീതി നൽകുന്നിടത്തോളം നമ്മൾ ഇവിടെ തന്നെ ഉണ്ടാവും. നല്ല കൊട്ട വെയില, എഴുന്നേറ്റ് പോകാൻ നോക്ക്. ചുമ്മാ നീതി നിലനിർത്തണമെന്നുണ്ടെങ്കിൽ അവരൊക്കെ കേറണ്ടേ? അവരൊന്ന് തീരുമാനിക്കട്ടെ എത്ര പേര് മന്ത്രിയാവുന്നൊക്കെ. വഴക്കുണ്ടാക്കാതെ എഴുന്നേറ്റേ ചെയ്യും നമ്മൾ. അവർ പറഞ്ഞതാണ്, അവർ മെയ് 15 മുതലാണ് പറഞ്ഞിട്ടുള്ളത്. അല്ലെങ്കിൽ അവർക്ക് പറയാമായിരുന്നു ഞാൻ മുഖ്യമന്ത്രി ആയ ശേഷം, അല്ലെങ്കിൽ നമ്മളെ മുഖ്യമന്ത്രി പുറത്തു നാളെ ഇറക്കുന്ന. ഒന്നാമത് ബസ്സിൽ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു ചേച്ചി കാരണം. ഉള്ളു പാഷനാണ്, പാവം പിടിച്ച സ്ത്രീയാ. അവരുടെ ന്യൂസിൽ കണ്ടു, അവർ പ്രകോപിതയായി. അവർക്ക് വാഷ്റൂമിൽ പോവാൻ, ടോയ്ലറ്റിൽ പോവാനായിട്ട് ഇങ്ങനെ തോന്നിയിട്ട് വണ്ടി നിർത്താൻ അവർ പറഞ്ഞില്ല. ഒരു അത്യാവശ്യ കാര്യമുണ്ടെന്നേ പറഞ്ഞുള്ളൂ. പക്ഷെ വണ്ടി നിർത്തി കൊടുത്തില്ല. അങ്ങനെയൊക്കെ ദേഷ്യം തോന്നി ഗ്ലാസ് അടിച്ച് പൊട്ടിച്ചു. 25,000 രൂപ പിന്നെ ബസ്സുകാർക്ക് കൊടുത്ത് സെറ്റിൽ ചെയ്തു. ആരോ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, ആ വീഡിയോ പുറത്തായി. തല്ലി തകർക്കുന്ന വീഡിയോ എന്തേ ഒന്ന് കാണാനായിട്ട്.
കൊച്ചു പറഞ്ഞാൽ നിർത്തി കൊടുക്കണം, ഇല്ലെങ്കിൽ വണ്ടിയുടെ ഗ്ലാസ് അടിച്ച് പൊട്ടിക്കും. നിനക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ ആദ്യം അവൻ ഓടി വരും മോളെ. അത് ആറ്റം ബോംബായിരിക്കുന്നേ. റോഡ് വൈലർ ഭയങ്കര ഇഷ്ടമുള്ള ബ്രീഡാണ്. ഞാൻ അങ്ങനെ ഒരു വലിയ ആർഭാടത്തിൽ പോകേണ്ട ഒരാളല്ല. ഞാൻ കരുതുന്നത് ഞാൻ 30-40 വണ്ടിയായിട്ട് കോൺവോയ് ആയിട്ട് യാത്ര ചെയ്താൽ വഴിയിൽ നിൽക്കുന്ന ആളുകൾ എന്നെ നോക്കി ചിരിക്കും, ഉള്ളിലെങ്കിലും ചിരിക്കും, പരിഹസിച്ചിരിക്കും. ഇതാരാണ് അല്പം ഐശ്വര്യം വന്നപ്പോൾ അർദ്ധരാത്രി കുട പിടിക്കുന്നവനാണെന്ന് തോന്നും. അതുകൊണ്ട് നാണക്കേട് ഒഴിവാകാൻ വേണ്ടി മാത്രമല്ല, ഇതൊക്കെ ഒരു മെസ്സേജ് ഉണ്ട്. നമ്മൾ എത്രയും പത്രാസ് അധികാരത്തിൻ്റെ കൂടുമോ അത്രയും നമ്മൾ ജനങ്ങളിൽ നിന്ന് അകലും. അവ എത്രയും വലിയ പത്രാസ് കുറയ്ക്കണം. അപ്പോൾ നമ്മൾ ജനങ്ങളുമായി കൂടുതൽ അടുക്കും, കൂടുതൽ ആളുകളുടെ കയ്യിൽ നിന്ന് വിവരങ്ങൾ കിട്ടും. ഞാൻ ജനങ്ങൾക്ക് കൊടുക്കുന്ന വാക്ക് അധികാരത്തിൻ്റെ പത്രാസിൽ മയങ്ങില്ല എന്ന്. അത് മയങ്ങിപ്പോയാൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ മനഃപൂർവ്വം നിർബന്ധിച്ച് പറഞ്ഞതെല്ലാം ഒഴിവാക്കാൻ നോക്കുകയാണ്. പോലീസ് നേരിടുന്ന വലിയ പ്രശ്നമാണ്. കാരണം മുഖ്യമന്ത്രിക്ക് Z+ കാറ്റഗറിയാണ്, വലിയ സെക്യൂരിറ്റി സംവിധാനം ആവശ്യമുള്ളതാണ്. പക്ഷേ ഞാനത് അനുവദിക്കില്ല. ഏയ് അത് വേണ്ട. അല്ല, അത് നമുക്ക് നോക്കാം. അവിടെയുള്ള എന്തായാലും ഞാൻ പുതിയ കാറൊന്നും മേടിക്കില്ല. അതിനുള്ള സാമ്പത്തിക ഖജനാവി പൂച്ച പെറ്റ് കിടക്കുകയാണെന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിയാകുമ്പോൾ വന്ന് പുതിയ കാറ് മേടിച്ചാൽ അത് കൊടുക്കുന്നൊരു മെസ്സേജ് ഉണ്ട്. ചിലപ്പോൾ കാറ് മേടിച്ചാൽ ഖജനാവിനൊന്നും സംഭവിക്കില്ല. പക്ഷെ അത് കൊടുക്കുന്ന താഴെത്തട്ടിലുള്ള നമ്മുടെ ഭരണ സംവിധാനത്തിന് കൊടുക്കുന്നൊരു മെസ്സേജ് ഉണ്ട്, ഒരു റോങ് മെസ്സേജ്. ഞാനങ്ങനെ ഏറ്റവും വലിയ അങ്ങനത്തെ ഉള്ളത് വെച്ച് പോവാം. അത് ഏത് വണ്ടിയാണെന്ന് വെച്ചാൽ ഏത് വണ്ടിയാണ് അവൈലബിൾ എന്ന് വെച്ചാൽ ആ വണ്ടി പോവും. പുതിയ വണ്ടിയൊന്നും മേടിക്കില്ല. തൽക്കാലത്തേക്ക് കേരളത്തിലെ ഖജനാവിലെ ഈ അവസ്ഥ മാറ്റിയെടുത്തിട്ടേ ഉണ്ടാവുള്ളൂ. അത്തരം കാര്യങ്ങൾ ഒന്നും ചെയ്യില്ല. ഉള്ള സംവിധാനം വെച്ച് അങ്ങ് പോവും. അത് 102 സീറ്റ് എങ്ങനെ പോയാലും 140 സീറ്റിലേക്ക് എത്തുന്ന രീതിയിലുള്ള സംസാരമാണ് വി ഡി സതീശൻ അദ്ദേഹത്തിൻ്റെ വായിൽ നിന്നും വരുന്നത്. വി ഡി സതീശൻ ഒന്നും പിന്നെ വിളിക്കാൻ പാടില്ല, മുഖ്യമന്ത്രി വി ഡി സതീശൻ. പക്ഷെ അങ്ങനെയൊക്കെ ഒന്ന് പറഞ്ഞു പോയാലൊക്കെ ക്ഷമിക്കുന്ന മനുഷ്യനാണ്. മറ്റേതുപോലെ അപ്പോഴേ കേസ് രജിസ്റ്റർ ചെയ്ത് ഉള്ളേ തള്ളുന്ന ആളൊന്നുമല്ല. റൂട്ട് ഏതാണെന്ന് പറഞ്ഞാൽ അതനുസരിച്ച് ഈ റോഡ് ക്ലിയർ ചെയ്യാൻ മെസ്സേജ് കൊടുക്കാൻ വരും. പിന്നെ ഈ സ്റ്റേഷന്റെ ബോർഡറിൽ അടുത്ത എസ്കോർട്ടിനെ അറേഞ്ച് ചെയ്യാൻ വേണ്ട. എനിക്ക് വേണ്ടി ആരെയും വഴി മുടക്കാൻ പാടില്ല. എസ്കോർട്ടും ആവശ്യമില്ല. നിങ്ങൾ തിരിച്ചു പൊക്കോളും. VIP സംസ്കാരം പൊളിച്ചെഴുതി നിയുക്ത മുഖ്യമന്ത്രിയുടെ യാത്രയിൽ കൂടുതൽ ഇങ്ങനെയൊക്കെ തന്നെ മുന്നോട്ട് പോട്ടെ. ജനങ്ങളുടെ സ്നേഹം അങ്ങനെയൊക്കെ ഉണ്ടാവും. നമ്മുടെ യുവാക്കൾക്ക് കുറച്ച് ജോലിയും അവർ ഈ നാട് വിട്ടു പോകുന്നതിന് അവരെ ഇവിടെ തന്നെ നിർത്താനുള്ള അവർക്ക് ജോലിയും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവുന്ന തരത്തിലുള്ള മികവ് വ്യവസായ മേഖലയിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ തന്നെ എല്ലാവരും ഇവിടെ നിൽക്കും. പയ്യന്മാരൊക്കെ സ്ത്രീകൾക്ക് വേണ്ട സുരക്ഷ, മാരക കെമിക്കൽ സൈക്കോട്രോപിക് സബ്സ്റ്റൻസുകൾ ഒഴുകുന്നത് നിർത്തുക. പച്ചില പാവാന്ന് ചുമ്മാ പറഞ്ഞ പഞ്ചാബ് പാവ. ഇത് ആരളിയാ? കമലാസനം പേർഷ്യയിൽ നിന്ന് പാട്ടിട്ടിട്ട് എനിക്ക് മൊത്തത്തിൽ കോപ്പിറൈറ്റ് അടിച്ച് പോവാൻ. എന്തരാ പൊങ്ങി വന്നത്? തള്ളേ ഷഡ്ഡിപ്പർ സാനിയ. അയ്യോ, നിന്നെ കൊണ്ട് പറ്റുന്ന ഡയലോഗ് പോരായോ വാവേ? ആപത്ത് സമയത്ത് എന്നെ ഇവള് കുഞ്ഞുങ്ങളെയൊക്കെ ആ പട്ടികളെ സംരക്ഷിച്ചത്. ഇവളുമായിട്ട് കടത്തിണ്ണകളിലൂടെ കടന്നിട്ടുണ്ട് ഞാൻ. ഇവളെ കൊണ്ട് സത്യം ഞാൻ കള്ളം പറയല്ല. എൻ്റെ നടുക്കത്തെ മോളെ പ്രഗ്നൻ്റായി 3 മാസം തൊട്ട് അവളെ പ്രസവിച്ചൊരു പരുവം വരെയും ഞാൻ കടത്തിണ്ണതോറും നടന്നു.
ആരും തിരിഞ്ഞു നോക്കില്ല. എൻ്റെ അച്ഛനോ അമ്മയോ എൻ്റെ സഹോദരങ്ങളോ ആരും തിരിഞ്ഞു നോക്കിയില്ല. അതിനടുത്ത് സ്കൂളുണ്ട്, പെൺകുളങ്ങര സ്കൂൾ. അന്ന് ഓല ഷെഡൊക്കെയാണ് സ്കൂളിൽ. ആ സ്കൂളിൻ്റെ വരാന്തയിൽ കയറി കിടന്ന് കൂടെ കുറേ തെരുവ് പട്ടികളുണ്ടായിരുന്നു കൂട്ടിന്. ആ പട്ടികൾ എന്നെ സംരക്ഷിച്ച്. അതുകൊണ്ടുകൂടി തന്നെ ഇപ്പോഴും തെരുവിലുള്ള പട്ടികൾക്ക് ഞാൻ ഫുഡ് കൊടുക്കും. അവരെ കൈ കഴുകാൻ തോന്നത്തില്ല മോളെ എനിക്ക്, സത്യം. ഇപ്പോഴും എല്ലാവരും പള്ളു പറയും പട്ടിക്ക് ചോറ് കൊടുക്കുമ്പോൾ, പക്ഷെ ഞാൻ കൊടുക്കും ഇപ്പോഴും. കാരണം ഒരാപത്ത് സമയത്ത് എന്നെ ഇവള് കുഞ്ഞുങ്ങളൊക്കെ ആ പട്ടികളെ സംരക്ഷിച്ചത്, സത്യം പറയാം. ഈ ഒരു കുടുംബത്തെ നമുക്കറിയാം. നമ്മളെ ഒരു കുടുംബത്തിൽ ഇത്രത്തോളം നമ്മൾ മനുഷ്യന്മാർ ചോദിക്കുന്ന കമന്റുകളൊക്കെ അറിയാമല്ലോ, വീഡിയോസ് ഒക്കെ ചെയ്യുമ്പോൾ. അങ്ങനെയുള്ള കമന്റുകളിൽ വളരെ ഹാസ്യം കണ്ടെത്തി ആ കമന്റിനെയൊക്കെ വളരെ വളരെ ഇങ്ങനെ എന്താ പറയുക, ബോംബെറിഞ്ഞ് ഡിസ്ട്രോയ് ചെയ്യുന്ന പോലത്തെ പരിപാടിയാണ് അവരുടെ വീഡിയോസ്. നമുക്ക് വലിയ സംഭവം എന്ന് നമുക്ക് മറ്റൊരാളോട് ചോദിക്കാൻ കഴിയാത്ത ചോദ്യത്തിനൊക്കെയുള്ള ഉത്തരം വേറെ തന്നെ ഒരു രീതിയിൽ നമുക്ക് തരുന്ന ഒരു ഫാമിലിയാണ്. ആ ഇരിക്കുന്ന മനുഷ്യൻ അവരുടെ യഥാർത്ഥ അച്ഛനല്ല, പക്ഷെ കർമ്മം കൊണ്ടല്ലായിരിക്കാം അവരുടെ ഫുൾ ഇന്റർവ്യൂ കണ്ടിരിക്കാൻ പറ്റത്തില്ല. നമ്മൾ സങ്കടപ്പെട്ടു പോയി. ഞാൻ കണ്ടത് അത്, എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല. ജന്മം കൊണ്ട് തന്നെ തന്തയാവണമെന്നില്ല, കർമ്മം കൊണ്ട് തന്തയാ മതി. അത് കർമ്മം കൊണ്ടുള്ള അച്ഛനാണ്. പാടല്ലേ, ചുമ്മാ. ആകാശം മിന്നിത്തെന്നൊരു പൊന്മാനം മേലെ കണ്ടു കനവിൻ കോണിൽ കുളിരായി കുളിർ മഴ മലരായി. കഥയിലെ രാജകുമാരിയും ഗോപകുമാരനും ഒന്നാവാൻ പുഴയിലെ പൊന്നോളങ്ങളിൽ അവരൊരുക്കി ദീപങ്ങൾ. കരളിലെ മോഹം തളിരണിയാനായി അവരിരുപേരും തപം ചെയ്തു ഈ അമ്പലക്കൽപ്പടവിൽ. കഥയിലെ കാട്ടുചെമ്പകം പൂത്തോട്ടെ. 2026 ചുമ്മാതിരി മക്കളെ, വേറൊന്നും പറയാനില്ല. ഏകദേശം 12 മിനിറ്റിന് മുകളിലോട്ട് വീഡിയോ പോകുന്നുണ്ട്. വലിയ എന്റർടൈനിങ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. എന്നാൽ പോലും എനിക്ക് നിങ്ങളിലേക്ക് വീഡിയോ എത്തിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ കാര്യമായിട്ട് ഞാൻ കാണുന്നത്. അതുകൊണ്ട് തന്നെ ആ വീഡിയോ കാണുമ്പോൾ ആഡ് വരട്ടെ, ആഡ് വഴി എനിക്ക് കാശ് വരട്ടെ, കാശ് വരുന്ന കൂട്ടത്തിൽ ഞാനല്ല നമ്മൾ ഒന്നിച്ച് വളരട്ടെ. കാശിന്റെ കാര്യം പറയുമ്പോൾ നീ ഒറ്റയ്ക്ക് വളരുന്നുണ്ടെന്നല്ലേ നീ പറയുന്നേ? എടാ അങ്ങനൊന്നും വരാറില്ലടാ, അങ്ങനൊന്നും വരാറില്ല. നമസ്കാരം, നമുക്ക് വീണ്ടും കാണാം. കേരളത്തിനെ കൊട്ടം